ഇലക്ഷനോടടുത്തപ്പോൾ പോലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് കരുവന്നൂരും മാസപ്പടി കേസും. അതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും അന്വേഷണവും എല്ലാം പിണറായി വകവെച്ചിരുന്നില്ല. സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കി, അല്ലെങ്കിൽ ചുവപ്പ് നട ആ കേസ് ഫയലുകളിൽ ഇടിയിപ്പിച്ചു. പക്ഷേ പിണറായി കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളും ഈ രണ്ട് കേസുകളിൽ ഇല്ലാതെയായി. ഇനി എങ്ങനെ ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇ ഈ കേസുകളിലേക്ക് വന്നതോടെ തന്നെ അന്വേഷണം വേഗത്തിലായി. രണ്ട് കേസുകളിലെയും പ്രധാനപ്പെട്ടവരിലേക്ക് ചോദ്യം ചെയ്യൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു കുടുംബ അഴിമതിയാണ് മാസപ്പടി. കരുവന്നൂരിൽ കുരുക്ക് പിണറായിക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇ വരുന്ന വഴി നോക്കിയിരിക്കുകയാണ് പിണറായിയും കുടുംബവും. മോദി പിണറായിയെ രഹസ്യമായി താലോലിക്കുന്നുവെന്ന് പറഞ്ഞു പരത്തുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ലെന്ന് ദേശീയ രാഷ്ട്രീയം വിശദമായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോദിക്ക് കേരളം പിടിക്കാൻ കൃത്യമായ രാഷ്ട്രീയവും പദ്ധതിയുമുണ്ട്. ഇ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഏത് നിമിഷവും സെക്രട്ടേറിയറ്റിലേക്കും ക്ലിഫ് ഹൗസിലേക്കും എത്തുമെന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും നിയന്ത്രണങ്ങളും സുരക്ഷയും വർദ്ധിപ്പിച്ചു. ഉദ്യോഗസ്ഥരുടെ പോലും തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. ഇ ഉദ്യോഗസ്ഥരെ ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലേക്കും കടത്തിവിടാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ക്ലിഫ് ഹൗസ് റോഡിന് ഇരുവശത്തും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പിലേക്ക് ഇ എത്തിയേക്കുമെന്നതിനാലാണ് സെക്രട്ടേറിയറ്റിലെ പരിശോധനകൾ കൂടുതൽ കർക്കശമാക്കി. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച CMRL MDയെ വീട്ടിൽ പോയി ഇ ചോദ്യം ചെയ്തതാണ് മുൻകരുതൽ കടുപ്പിക്കാൻ കാരണമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാൻ CMRLനും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്നാണ് സൂചന. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇ ശക്തമാക്കി കഴിഞ്ഞു. CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ ഇതിലേക്ക് ഇ കടക്കും. ഇതിനായി പഴുതടച്ച ചോദ്യാവലി തന്നെ ഇ തയ്യാറാക്കിയിട്ടുമുണ്ട്. ഈ ചോദ്യാവലി തുടങ്ങിയാൽ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പിണറായിയുടെ എല്ലാ പദ്ധതികളും പാളും. കാരണം ഇതിനകം തന്നെ പിണറായിക്കെതിരെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അരക്കിട്ടുറപ്പിക്കണം. ഓരോരുത്തരെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുമ്പോഴും പിണറായിക്കും സംഘത്തിനും പേടിയുമുണ്ട്. ഇ ചോദ്യാവലി നേരിടാൻ കഴിയില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് പലരെയും കൊണ്ട് ഓടിപ്പിക്കുന്നത്. എന്തായാലും ഇ വല വിരിച്ചു കഴിഞ്ഞു. ഇനി വിജയ് മല്യയെ പോലെ നാട് വിടാമെന്ന് കരുതിയാലും അത് നടക്കില്ല. കാരണം അതിനുള്ള എല്ലാ വഴികളും ഇ പൂട്ടി.